ദൈനംദിന ഓൺലൈൻ യോഗങ്ങളിൽ പ്രധാന ആശ്രയമായി മാറിയ ഗൂഗിൾ മീറ്റിന് ഇന്ത്യയിൽ ഇന്ന് പൊടുന്നനെ കാര്യമായ പ്രവർത്തന തടസ്സം. സ്ക്രീനിൽ തെളിഞ്ഞ 502 ദാറ്റ്സ് ആൻ എറർ മെസ്സേജിന് മുന്നിൽ വീഡിയോ കോളുകളിൽ ജോയിൻ ചെയ്യാൻ കഴിയാതെ ഉപയോക്താക്കൾ വലഞ്ഞു. സെർവർ, വെബ്സൈറ്റ് പരാതികളാണ് ഏറ്റവുമേറെ ഉയർന്നത്. US-ൽ താങ്ക്സ് ഗിവിംഗ് ആഘോഷം നാളെ, ബ്ലാക്ക് ഫ്രൈഡേ മറ്റന്നാൾ. കടകളിലും ഓൺലൈനിലും വിൽപ്പന പൊടിപൂരമാകുന്ന ട്രെൻഡിന്റെ തിരയിളക്കം ഇന്ത്യയിലും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, റിലയൻസ് ഡിജിറ്റൽ, ഫാഷൻ ബ്രാൻഡുകൾ എന്നിവയൊക്കെ ഡിസ്കൗണ്ട് വിൽപ്പനയിൽ. സൈബർ ഭീഷണി കരുതിയിരിക്കാൻ ഉപയോക്താക്കളെ ഓർമ്മിപ്പിച്ച് ആമസോൺ. ഭാരതി എയർടെല്ലിന്റെ 7400 കോടി രൂപ വില വരുന്ന 3.5 കോടി ഓഹരികൾ ബ്ലോക്ക് ഡീലിൽ കൈമാറി അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ കോണ്ടിനെന്റ് ഇൻവെസ്റ്റ്മെന്റ്. ആരാണ് വാങ്ങിയതെന്ന് വ്യക്തമായിട്ടില്ല. ഓഹരി കൈമാറ്റ വിവരം അറിഞ്ഞതോടെ എയർടെൽ ഓഹരികൾക്ക് 2% വരെ ഇടിവ്. ദമാമിലും ജിദ്ദയിലും മദ്യശാല തുറക്കാൻ സൗദി അറേബ്യ. 1952 ശേഷം നിലനിന്ന വിലക്ക് അവസാനിപ്പിച്ച് രാജ്യത്ത് റിയാദിൽ കഴിഞ്ഞ വർഷമാണ് മദ്യവിൽപ്പന കേന്ദ്രം തുറന്നത്. 2034 ഫുട്ബോൾ ലോകകപ്പ് സൗദിയിൽ നടക്കാനിരിക്കെ വിദേശ പൗരന്മാരായ അമുസ്ലിങ്ങൾക്ക് മാത്രമാവും വാങ്ങാൻ അനുമതി. 3 ദിവസത്തെ ഇടിവിന് ശേഷം ഒറ്റയടിക്ക് 925 പോയിന്റ് വരെ ചാടി സർവകാല റെക്കോർഡിൽ നിന്ന് കയ്യെത്തും ദൂരെ സെൻസെക്സ്. US ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ, ക്രൂഡ് ഓയിൽ വിലത്താഴ്ച, GDP വളർച്ച, വിദേശ വാങ്ങൽ എന്നിവയുടെ അകമ്പടിയോടെയാണ് പച്ചപ്പ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തൊട്ട 85,978 പോയിന്റിൽ നിന്ന് ഇപ്പോൾ അകലം 500-ൽ താഴെ പോയിന്റ് മാത്രം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.